ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭ മാതാവ് ഇന്ന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രൂപാന്തരീകരണ തിരുനാൾ സന്തോഷത്തോടെ കൊണ്ടാടുകയാണ്. നമ്മൾ ധ്യാനിക്കുന്നത് മത്തായിയുടെ വിശുദ്ധ സുവിശേഷം 17-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളാണ്. യേശുനാഥൻ പത്രോസിനെയും യാക്കോബിനെയും അവൻ്റെ സഹോദരൻ യോഹന്നാനെയും കൂട്ടിക്കൊണ്ട് ഒരു ഉയർന്ന മലയിലേക്ക് പോയി അവിടെ വെച്ച് രൂപാന്തരപ്പെടുകയാണ്. അവർക്ക് മുമ്പിൽ തൻ്റെ മഹത്വം അവിടെ നിന്ന് വെളിപ്പെടുത്തുകയാണ്. അവിടുത്തെ കാണുന്നതിന് വേണ്ടി സ്വർഗത്തിൽ നിന്ന് അവിടുത്തെ 2 ദാസന്മാർ ഇറങ്ങി വരികയാണ്. മോശയും ഏലിയായും യേശുനാഥനോട് മുഖാമുഖം സംസാരിക്കുകയാണ്. അപ്പോൾ ഈ സുവിശേഷം ധ്യാനിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ മഹത്വത്തെക്കുറിച്ചാണ് നമ്മൾ ധ്യാനിക്കുന്നത്. മനുഷ്യനായി പിറന്ന അവിടുന്ന് തൻ്റെ മഹിമയെല്ലാം മാറ്റിവെച്ചാണ് മനുഷ്യനെ അത്രമാത്രം സ്നേഹിച്ചത്. എന്നാൽ ആ മഹിമ മുഴുവനും അവനിൽ തന്നെ നിറഞ്ഞു നിന്നിരുന്നു. അത് നമ്മളോടുള്ള സ്നേഹത്തെ പ്രതി അവൻ മാറ്റിവെച്ച് നമ്മെ സ്നേഹിച്ചുവെന്നാണ് ഈ രൂപാന്തരീകരണ തിരുനാൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അപ്പം ഈ ശിഷ്യന്മാർക്ക് യേശുനാഥൻ പലപ്പോഴായി തൻ്റെ മരണത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു ഭയപ്പാട് ഉള്ളിൽ വരുന്നുണ്ട്. അപ്പോൾ അവരുടെ ഭയം മാറ്റുന്നതിന് വേണ്ടിയാണ് താൻ മഹിമയോടെ ഉദ്ധാനം ചെയ്യാനിരിക്കുന്ന ക്രിസ്തുവാണ്, ദൈവമാണ് എന്ന് കാണിക്കാനാണ് അവിടുന്ന് ഈ ഉദ്ധാനത്തിൻ്റെ ഒരു മുന്നോടിയായ ഈ രൂപാന്തരീകരണം ചെയ്ത് അവർക്ക് മുമ്പിൽ വെളിപ്പെടുത്തിയതെന്ന് തിരുസഭ വിശ്വസിക്കുന്നുണ്ട്. അപ്പം ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ഈ സുവിശേഷ ഭാഗത്തിൽ വളരെ മനോഹരമായ ഒരു രംഗമുണ്ട്. യേശുനാഥൻ്റെ ഈ മഹിമ കണ്ട് അവിടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാർ പേടിച്ച് കമിഴ്ന്ന് വീഴുകയാണ് ആ ക്ഷണത്തിൽ ഇത് കണ്ടിട്ട്. അപ്പം അവർ ഭയവിഹ്വലരായി എന്ന് എഴുതിയിരിക്കുകയാണ്. അപ്പം വചനം പറയുന്നത് യേശു അവരെ സമീപിച്ച് അവരെ സ്പർശിച്ചുകൊണ്ട് പറഞ്ഞു, എഴുന്നേൽക്കു, ഭയപ്പെടേണ്ട. അവർ കണ്ണുയർത്ത് നോക്കുമ്പോൾ യേശുനാഥനെ കാണുകയാണ്. ഈ സുവിശേഷ ഭാഗത്തിലെ ഈ മനോഹരമായ രംഗങ്ങൾ ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തെക്കുറിച്ചുകൂടെ നമ്മളോട് പറയുന്നത്. അവിടുന്ന് എങ്ങനെയാണ് നമ്മുടെ മുമ്പിലേക്ക് ഇറങ്ങി വന്നത്? മനുഷ്യർ ഭയവിഹ്വലരായ ആരുമില്ലാതെ ഒരു അവസ്ഥയിൽ തല കുമ്പിട്ടിരിക്കുകയാണ്, കമിഴ്ന്ന് വീണു വന്ന ഭയപ്പാടുകൊണ്ട്. അപ്പോൾ ഇതായിരുന്നു മനുഷ്യൻ്റെ അവസ്ഥ ക്രിസ്തുവിന് മുൻപ്. എങ്ങനെയാണ് രക്ഷപ്പെടേണ്ടതെന്നോ ആരിലാണ് രക്ഷയെന്നോ അറിയാതെ തങ്ങളുടെ പാപങ്ങളുടെ ഭാരനിമിത്തം ഭൂമിയോളം താഴ്ന്ന് ഭയവിഹ്വലരായിരിക്കുന്ന മനുഷ്യർക്ക് മുമ്പിലേക്കാണ് ക്രിസ്തു മനുഷ്യാവതാരം ചെയ്തിറങ്ങി വന്നത്. അവർ വന്ന് അവൻ മനുഷ്യനെ തൊടുന്നുണ്ട്, അവനെ അപ്പോസ്തലന്മാരെ തൊട്ട് എഴുന്നേൽപ്പിക്കുകയാണ്. എന്നിട്ട് പറയുന്നത് ഭയപ്പെടേണ്ട എന്നാണ്, ഞാൻ കൂട്ടിനുണ്ട് എന്നാണ്. അപ്പം മഹിമയുള്ള നാഥൻ അവൻ്റെ മഹിമ വെടിഞ്ഞ് മനുഷ്യരുടെ ഇടയിലേക്ക് വന്നതിൻ്റെ വലിയ സൂചനയാണ് ഈ രൂപാന്തരീകരണം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അവിടുന്ന് ആ മഹിമകളെല്ലാം ഉള്ള ദൈവം തന്നെയായിരുന്നു. എന്നിട്ടും അവർ നമ്മെ അത്രമാത്രം സ്നേഹിച്ചു. അത് ക്രിസ്തുവിൻ്റെ ആ സ്നേഹത്തിൻ്റെ ആ വലിയ തീക്ഷ്ണതയാണ് നമ്മളോട് കാണിക്കുന്നത്. കാരണം ഇവിടെയും അപ്പോസ്തലന്മാർക്ക് മുൻപിൽ മരണത്തെക്കുറിച്ച് പറയുമ്പോൾ അവർ ഭയക്കുന്നു. എന്നാൽ അവർക്ക് യേശുനാഥൻ വെളിപ്പെടുത്തുന്നുണ്ട്, ഞാൻ ദൈവം തന്നെയാണ്, എൻ്റെ ഉള്ളിൽ ആ മഹത്വം മുഴുവനും ഞാൻ നിറച്ചു വെച്ചിട്ടുണ്ട്. പക്ഷേ അത് ഞാൻ മാറ്റി വെച്ചിരിക്കുന്നത് നിങ്ങൾ അടുക്കൽ വരുവാനും നിങ്ങളെ തൊടുവാനുമാണ്. കാരണം അവൻ്റെ മഹിമയ്ക്ക് മുൻപിൽ നിവർന്ന് നിൽക്കാൻ ശേഷിയില്ലാത്ത മനുഷ്യരാണ്. അതുകൊണ്ടാണ് അവനെ കണ്ട് ഭയന്ന് മണ്ണോളം താഴ്ന്ന് നിൽക്കുമ്പോൾ അവൻ മണ്ണോളം താഴുകയാണ്. കാരണം ഈ മണ്ണോളം താഴ്ന്നു നിൽക്കുന്ന മനുഷ്യനെ എഴുന്നേൽപ്പിക്കുവാൻ അവൻ മണ്ണോളം താഴുകയാണ്. അത് അവൻ്റെ കുരിശുമരണത്തിൻ്റെ മുന്നോടിയാണ് ആ താഴ്ച. അവൻ വന്ന് അവരെ എഴുന്നേൽപ്പിക്കുകയാണ്, അവരോളം താഴുക. ഉയർന്ന മലയിലേക്ക് ചെന്ന് അവൻ മഹത്വം വെളിപ്പെടുത്തിയെന്നാണ്. ക്രിസ്തുവിൻ്റെ മഹത്വം അത്രമാത്രം ഉയർന്നു നിൽക്കുകയാണ്. ഇവിടെ മണ്ണോട് ചേർന്ന് കിടക്കുന്ന മനുഷ്യൻ അവൻ്റെ പാപാവസ്ഥയിൽ താഴ്ന്നു കിടക്കുകയാണ്. അവൻ ഇറങ്ങി വന്ന് അവരെ എഴുന്നേൽപ്പിക്കുകയാണ്. എന്നിട്ട് ഭയപ്പെടേണ്ട എന്ന് പറയുകയാണ്. ഇത് ഓരോ മനുഷ്യനോടും ജീവിതത്തിൻ്റെ സങ്കടങ്ങളുടെയും ഭാരങ്ങളുടെയും അവൻ്റെ പാപങ്ങളുടെയും ഭാരനിമിത്തം തകർന്നു പോകുന്ന മനുഷ്യനോട് ക്രിസ്തു ആവർത്തിക്കുന്ന അവൻ്റെ രൂപാന്തരീകരണത്തിൻ്റെ അത്ഭുതം ഇതാണ്. അവൻ അടുത്തു വന്ന് എഴുന്നേൽക്ക്, ഭയപ്പെടേണ്ട, ഞാനുണ്ടെന്നുള്ളൊരു ബോധ്യം നമുക്ക് തരികയാണ്. ഈ തിരുനാൾ നമുക്ക് നൽകുന്ന വലിയ ബോധ്യവും അത് തന്നെയാണ്. ക്രിസ്തു കൂടെയുണ്ട്. ഒന്നിൻ്റെ പേരിലും ഭയന്നു പോകുവാനോ മണ്ണോളം താഴ്ന്നു കിടക്കുവാനോ ജീവിതത്തിൽ അടിമപ്പെട്ട് കിടക്കാനോ ഉള്ള മനുഷ്യരല്ല, നിവർന്ന് നിൽക്കേണ്ട മനുഷ്യരാണ്. കാരണം നിവർത്തി നിർത്തുന്നത് ക്രിസ്തുവാണ്. മഹിമയേറിയ മഹത്വമേറിയ ക്രിസ്തുവാണ് നമ്മെ നിവർത്തി നിർത്തുന്നത്. ഈ സുവിശേഷം മറ്റൊരു കാര്യം കൂടി നമ്മളോട് പറയുന്നുണ്ട്. ക്രിസ്തു ആ മഹിമകളൊക്കെ ഉപേക്ഷിച്ച് മനുഷ്യനെ സ്നേഹിച്ചതുപോലെ നമ്മൾ ഒന്നിൻ്റെയും മേന്മ ഭാവിച്ച് മനുഷ്യരെ ഇല്ലാതാക്കുന്നവരായി മാറാതെ അവരെയും ചേർത്ത് പിടിക്കുന്ന, അവരോട് ചേർന്ന് നിന്ന് ഭയപ്പെടേണ്ട, കൂടെ ഞാനുണ്ടെന്ന് പറയുന്ന മനുഷ്യരായി നമ്മൾ മാറണം. അത് ക്രിസ്തുവിൻ്റെ മനസ്സുള്ള മനുഷ്യരാണ്. ഈ തിരുവചനം ധ്യാനിക്കുമ്പോൾ, അവൻ്റെ ഈ രൂപാന്തരീകരണ തിരുനാൾ ധ്യാനിക്കുമ്പോൾ യേശുനാഥനോട് നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ, നിന്നെ പോലെ മറ്റുള്ള മനുഷ്യരെ ചേർത്ത് നിർത്താനും നീ കൂടെ ഉണ്ടെന്നുള്ള ബോധ്യത്തോടെ ജീവിക്കാനുമുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണം. യേശുനാഥൻ അതിന് നമ്മെ സഹായിക്കട്ടെ. ആമേൻ.